ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെ പാരഗ്രാഫ് എസ്സേ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് പുറമെ വേറെ ഏതെല്ലാം ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇതിൽ ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആദ്യത്തെ ചോദ്യം, ഡിഫൈൻ ഫ്രേസൽ വെർബ്സ് വിത്ത് എൻ എക്സാമ്പിൾ ഇൻ എ സെൻറ്റൻസ്. ഫ്രേസൽ വെർബ് നമുക്കറിയാം, നമ്മൾ 10ാം ക്ലാസ് മുതലൊക്കെ കണ്ടുവരുന്നതാണ്. അതൊരു കോമ്പിനേഷനാണ്, വെർബും പാർട്ടിക്കിൾസും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അതായത് ഈ ഓൺ ഓഫ് തുടങ്ങിയിട്ടുള്ള പാർട്ടിക്കിൾസും അതുപോലെ തന്നെ വെർബുകളും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് ഈ വാക്കുകളുടെ അർത്ഥത്തിന് പുറമെ പുതിയൊരു അർത്ഥം ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. അതിന് എക്സാമ്പിളായിട്ട് നമുക്കറിയാം പുട്ട് ഓൺ, പുട്ട് ഓഫ് തുടങ്ങിയിട്ടുള്ള ഒരുപാടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതിയാവും. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ സെൻസ് ഗ്രൂപ്പ്? സെൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് മീനിങ് ആണ്. അതായത് ഒരു സെൻറ്റൻസിനകത്ത് അല്ലെങ്കിൽ ഒരു ഡിസ്കോഴ്സിനകത്ത് മീനിങ് വരുന്ന ഒരു ബേസിക് യൂണിറ്റിൻ്റെ പാർട്ടിനെയാണ് നമ്മൾ സെൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് ഈ മെയിൻ ക്ലോസ്, ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇത്തരം കൺസെപ്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ഫസ്റ്റ് മൊഡ്യൂളിൻ്റേതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കൺസെപ്റ്റുകളെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം, ദ ലെപ്പേർഡ് ഹാഡ് സ്പ്രങ് ഹെർ ത്രോട്ട്, ബ്രോക്കൺ ഹെർ നെക്ക് ആൻഡ് ഡ്രാഗ്ഡ് ഹെർ ഇൻ ടു ദ ബുഷസ്. ഐഡൻറ്റിഫൈ ദ ലിങ്കിങ് ഡിവൈസ്. ഈ സെൻറ്റൻസിനകത്ത് ലിങ്കിങ് ഡിവൈസ് ആയിട്ട് വരുന്നത് ആൻഡ് എന്നുള്ള വേർഡാണ്. നമുക്കിത് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ ഇമേജറി? ഗിവ് എക്സാമ്പിൾസ്. ഇമേജറി എന്ന് പറയുന്നത് മെൻ്റൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ മനസ്സിനകത്ത് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇമേജറി എന്ന് പറയുന്നത്. അത് പല ടൈപ്പ് ഉണ്ട്. വിഷ്വൽ ഇമേജ് നമ്മൾ കാണുന്നത്, ഓഡിറ്ററി ഇമേജ് നമുക്കൊരു ശബ്ദത്തിൻ്റെ ഫീലിംഗ് തരുന്നത്, അതുപോലെയുള്ള പല എക്സാമ്പിൾസ് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് വരുന്നത്, ഡിഫൈൻ മീറ്റർ ഇൻ പോയട്രി. മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ മലയാള കവിതയിൽ വൃത്തം, താളം എന്നൊക്കെ പറയുന്നതിന് തുല്യമായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള കൺസെപ്റ്റാണ്. അതായത് റിതമിക് പാറ്റേൺ എന്നാണ് പറയുന്നത്. ഒരു പോയത്തിൻ്റെ റിതമാണ് ഉദ്ദേശിക്കുന്നത്, താളമാണ് ഉദ്ദേശിക്കുന്നത്. അത് സ്ട്രെസ്ഡ് അൺസ്ട്രെസ്ഡ് സിലബിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അടുത്തത്, വാട്ട് ഈസ് മെൻ ബൈ സിസൂറ? ഗിവ് എക്സാമ്പിൾസ്. സിസൂറ എന്ന് പറയുന്നത് ഒരു പോയത്തിനകത്ത് ഒരു പോസ് വരുന്നതാണ്, ഒരു വരിക്കകത്ത് ഒരു പോസ് ചെയ്യുന്നതാണ്. അത് സാധാരണഗതിക്ക് പങ്ക്ച്വേഷൻസ്, നമ്മൾ ഈ കോമ അതുപോലത്തെ സെമി കോളൻ എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരുന്നത് ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ടു ബി എന്ന് കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ടാണ് ഓർ നോട്ട് ടു ബി എന്ന് പറയുന്നത്. അവിടെ ഒരു പോസ് നമ്മൾ പറയുന്ന സമയത്ത് വരും. അത്തരത്തിലുള്ള പോസുകളെയാണ് സിസൂറ എന്ന് പറയുന്നത്. ഇനി, വാട്ട് ഡു യു മീൻ ബൈ പോയിൻ്റ് ഓഫ് വ്യൂ? പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഒരു സ്റ്റോറി ആരുടെ പെർസ്പെക്റ്റീവിലൂടെയാണ് പറയുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് ഒരു സ്റ്റോറിയിലുള്ള ക്യാരക്ടർ തന്നെ സ്റ്റോറി പറയുന്ന രീതി ഉണ്ടായിരിക്കാം. അത് ഫസ്റ്റ് പേഴ്സണിൽ വരുന്നതാണ്. ഇനി സ്റ്റോറിയുടെ പുറമേയുള്ള ആളാണ് ഈ സ്റ്റോറി പറയുന്നുണ്ടെങ്കിൽ അതിന് തേർഡ് പേഴ്സൺ ആയിട്ടാണ് വരുന്നത്. ഇനി, നെയിം ദ 5 ക്യാരക്ടേഴ്സ് ത്രൂ ഹൂസ് തോട്ട്സ് ദ തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ നരേറ്റർ ഗോസ് ത്രൂ ഇൻ ദ നോവൽ ഹോം ഫയർ. ഹോം ഫയർ ഈ പോയിൻ്റ് ഓഫ് വ്യൂ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു നോവലാണ്. അതിനകത്ത് 5 വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയാണ് 5 ചാപ്റ്ററിൽ നരേറ്റർ സ്റ്റോറി പറയുന്നത്. ആ ക്യാരക്ടേഴ്സ് നമുക്ക് വരുന്നത് ഇസ്മ, അനീക്ക, പർവൈസ്, അവർ 3 പേരും സഹോദരങ്ങളാണ്. പിന്നെ കരാമത്ത് ലോൺ, ഒരു പൊളിറ്റീഷ്യൻ, ആൻഡ് ഈമോൻ ലോൺ, അയാളുടെ മകൻ എന്നീ ക്യാരക്ടേഴ്സാണ് അതിനകത്ത് വരുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഡിഡ് ദ പീപ്പിൾ ഓഫ് ടിവ് ഡു ഡ്യൂറിങ് ദർ 3 months ഓഫ് ഐസൊലേഷൻ? ഷേക്സ്പിയർ ഇൻ ദ ബുഷിൽ നിന്ന് വരുന്നതാണ്. അവിടെയുള്ള ആളുകൾ 3 മാസം എന്താണ് ചെയ്തെന്നുള്ളത്. അവർ പുറത്തൊന്നും പോകാൻ കഴിയാത്ത സമയത്ത് അവർ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ബിയർ കഴിക്കുകയും അതുപോലെ തന്നെ അവരിങ്ങനെ പാട്ട് പാടുകയും കഥ പറയുകയൊക്കെ ആയിട്ടാണ് ഇരുന്നിരുന്നത്. നെയിം 2 ഇമ്പോർട്ടൻറ്റ് മാർക്സിസ്റ്റ് ഫിലോസഫേഴ്സ്. നമുക്ക് ഹെജിമണി, സബാൾട്ടേൺ, അതുപോലെ തന്നെ ഐഡിയോളജി തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റിലാണ് ഈ മാർക്സിസ്റ്റ് ക്രിറ്റിക്സിനെ കുറിച്ചിട്ട് പറയുന്നത്. നമുക്കതിൽ പ്രധാനമായിട്ട് പറയുന്നത് അന്റോണിയോ ഗ്രാംഷിയെ കുറിച്ചിട്ടും ലൂയി അൽത്തൂസറിനെ കുറിച്ചിട്ടുമാണ്. ഹൂ ആർ ദ സെൻട്രൽ ക്യാരക്ടേഴ്സ് ഇൻ ജെയിൻ ഐർ? ജെയിൻ ഐർ എന്നുള്ള നോവലിനകത്ത് സെൻട്രൽ ക്യാരക്ടേഴ്സ്, ഒന്ന് ആ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന ജെയിൻ ഐർ എന്നുള്ള ക്യാരക്ടർ തന്നെയാണ്. കൂടാതെ മിസ്റ്റർ റോച്ചസ്റ്റർ, അതുപോലെ തന്നെ ബെർത്ത മേസൺ തുടങ്ങിയവരാണ് അടുത്ത ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. ഹൗ ഡസ് ഹൺസ് ദ
Shaker comment on the attitude of media towards Santals. ഇനി ഈ ആദിവാസി വിൽ നോട്ട് ഡാൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. ഈ മീഡിയയുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് വരുന്നത് അവർ ഇൻഡിഫറൻ്റ് ആണ്. ഈ സാന്താൾ വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ മീഡിയ കാണുന്നില്ല, സംരക്ഷിക്കുന്നില്ല. അവർ ഈ പൊളിറ്റീഷ്യൻസും മറ്റൊക്കെ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. ഇനി ഡിഫൈൻ സ്റ്റീരിയോ ടൈപ്സ്. സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളെ കുറിച്ചിട്ടുള്ള വളരെ ഓവർ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതായത് ഇപ്പോൾ ചില രാജ്യത്തെ ആളുകൾ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ചില ജെൻഡറിനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ സ്ത്രീകൾ അങ്ങനെ പുരുഷന്മാരിങ്ങനെ എന്നുള്ള രീതിയിൽ ഈ റേസിനെയോ ജെൻഡറിനെയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഓവർ സിംപ്ലിഫിക്കേഷനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പ്ലെയിൻ ദ സബാൾട്ടേൺ. സബാൾട്ടേൺ എന്ന് പറയുന്നത് മാർജിനലൈസ്ഡ് പീപ്പിളാണ്. അതായത് സമൂഹത്തിനകത്ത് അധികം റെപ്രസെൻ്റ് ചെയ്യപ്പെടാതിരിക്കുകയും അവരുടെ ശബ്ദങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അത് ഇന്ത്യയുടെ സിറ്റുവേഷനിലാണെങ്കിൽ കാസ്റ്റ് കൊണ്ടാവാം, അതുപോലെ തന്നെ ക്ലാസ് കൊണ്ടാവാം, അതുപോലെ തന്നെ ജെൻഡർ കൊണ്ടും അങ്ങനെ സംഭവിക്കാം. ഹൗ ഡസ് ശരൺ കുമാർ ലിംബാളെ ഡിഫൈൻ ദളിത് ലിറ്ററേച്ചർ? നമുക്ക് ലിറ്റ്മോസ്ഫിയറിനകത്തും ഈ ഒരു ലിംബാളയുടെ ദളിത് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള ചാപ്റ്റർ പഠിക്കാണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഫെമിലിയർ ആയിരിക്കും. അതായത് ദളിത് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ അവരുടെ അനുഭവങ്ങളെ കുറിച്ചിട്ട് എഴുതുന്ന ലിറ്ററേച്ചറിനെയാണ് ദളിത് ലിറ്ററേച്ചർ എന്ന് അദ്ദേഹം വിളിക്കുന്നത്. അടുത്ത സെക്ഷനിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ലിറ്റററി ന്യൂവാൻസസിലും അതുപോലെ തന്നെ ലിറ്റററി തിയറിയിലുള്ള കാര്യങ്ങളും പിന്നെ നമ്മുടെ സ്റ്റോറി, നോവല്, പോയംസ് തുടങ്ങിയതിനെ ബേസ് ചെയ്തുകൊണ്ടെല്ലാം നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് ട്രാൻസിറ്റീവ് വേർബ്സിനെ കുറിച്ചിട്ടാണ്. വാട്ട് ആർ ദ 2 types ഓഫ് ട്രാൻസിറ്റീവ് വേർബ്സ്? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. ട്രാൻസിറ്റീവ് വേർബ്സിൽ 2 types വരുന്നത് ഡയറക്റ്റും ഇൻഡയറക്റ്റും ആണ്. ഇതിൻ്റെ എക്സാമ്പിളും എക്സ്പ്ലനേഷനും എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ട് ആർ അഡ്ജങ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്ജങ്സ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിനകത്ത് നമ്മൾ ഓപ്ഷണലായിട്ട് ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്ന ഒരു എലമെൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി വോക്ക്ഡ് ടു ദ സ്റ്റോർ ക്വിക്ക്ലി. ആ ഒരു സെൻറ്റൻസിനകത്ത് ഹി വോക്ക് ടു ദ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീനിങ് കിട്ടും. ക്വിക്ക്ലി എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്. ആ രീതിയിലുള്ളതാണ് അഡ്ജങ്സ് വരുന്നത്. ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻസും എക്സാമ്പിൾസും എല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അടുത്ത ചോദ്യം വരുന്നത് മെറ്റഫേഴ്സ് ആർ സംടൈംസ് സിമ്പിൾസ് ടു എക്സ്പ്ലെയിൻ. മെറ്റഫേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തിനോട് കമ്പയർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു കാര്യം മറ്റൊരു കാര്യമാണ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ദ വേൾഡ് ഈസ് എ സ്റ്റേജ് ഒരു എക്സാമ്പിളാണ്. ഈ ലോകം ഒരു സ്റ്റേജ് ആണെന്ന് പറയുന്നത്. അതൊരു സ്റ്റേജ് പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് സിമിലി എന്നാണ് പറയുക. ദ വേൾഡ് ഈസ് ലൈക്ക് എ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ ലൈക്കും ആസും ഉപയോഗിക്കാതെ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് പറയുന്നതാണ് നമുക്ക് മെറ്റഫറായിട്ട് വരുന്നത്. ഇത് നമുക്കറിയാം അത് ഒരു ഡീപ്പർ മീനിങ് ആണ് ഈ ഒരു എക്സ്പ്രഷൻസിന് കൊടുക്കുന്നത്. ആ നിലയ്ക്ക് നമുക്ക് അത് ഒരു സിമ്പിളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് ദ പോയം ബേർച്ചസ്. ഈ പോയത്തിനകത്ത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഈ പോയത്തിനകത്ത് വരുന്നത് ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസിൻ്റെ കാര്യങ്ങളാണ് വരുന്നത്. ഒരു സ്വിങ്ങിങ്ങിനകത്തിരുന്നിട്ട്, അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് ആടുന്ന ഒരു ടോയ്, അതിനകത്ത് ഇരുന്നു കൊണ്ട് കുട്ടിക്കാലത്ത് ഉള്ള അയാളുടെ പ്രയാസങ്ങളൊക്കെ അയാൾ എങ്ങനെയാണ് സർവൈവ് ചെയ്തിരുന്നത് എന്നുള്ള ഒരു കാര്യവും അതുപോലെ തന്നെ നൊസ്റ്റാൾജിയ തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് ആ പോയത്തിനകത്ത് വരുന്നത്. അടുത്ത ചോദ്യം വിച്ച് പോയിന്റ് ഓഫ് വ്യൂ ഡു യു ഫൈൻഡ് മോർ പ്ലോസിബിൾ ഇൻ റോഷമോൺ, ദ വുഡ് കട്ടേഴ്സ് ഓർ ബണ്ടിറ്റ്സ് സബ്സ്റ്റാൻഷിയേറ്റ്? റോഷമോൺ എന്ന് പറയുന്ന മൂവിക്കകത്ത് ഒരു ഇൻസിഡൻറ്റ്, ഒരു ക്രൈം സീന് പല ക്യാരക്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ പറയുന്നതാണ് വരുന്നത്. ഒരു വുഡ് കട്ടർ ഉണ്ട് അവിടെ, ഒരു വിറ്റ്നസ് ആയിട്ട് വരുന്നത്. പിന്നെ അവിടെ കൊല ചെയ്യപ്പെട്ട ഒരാൾ, കൊല നടത്തിയ ആൾ, കൊല ചെയ്യപ്പെട്ട ആളുടെ വൈഫ് തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തെ അവർ പല പെർസ്പെക്റ്റീവിലൂടെ ഓരോരുത്തരും അവരവരുടെ പെർസ്പെക്റ്റീവിലൂടെ അവതരിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും ഓരോരുത്തരും അവരവരുടെ ഭാഗം ന്യായീകരിക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറച്ചുകൂടി വിശ്വസനീയം എന്ന് പറയാൻ കഴിയുന്നത് വുഡ് കട്ടറുടെയാണ്. കാരണം വുഡ് കട്ടറാണ് അവിടെ ഒരു നിഷ്പക്ഷനായിട്ട് വരുന്ന ഒരാൾ വരുന്നത്. ബണ്ടിറ്റ് എന്ന് പറയുന്നത് ഈ കൊള്ളക്കാരൻ എന്ന് പറയുന്ന ആളാണ് അവിടെ കൊലപാതകം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ പെർസ്പെക്റ്റീവിൽ അയാൾ തെറ്റുകാരനല്ലാത്ത രീതിയിലായിരിക്കും അയാൾ കഥ പറയുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കത് എഴുതാവുന്നതാണ്. How does Arundhati Roy sensitize the readers to the social injustices committed against the Pauravans?
ഇത് നമ്മുടെ കാസ്റ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അരുന്ധതി റോയ് ഇതിനകത്ത് പറയുന്നത്. അതിൽ സോഷ്യൽ ഇൻജസ്റ്റിസ്, അതായത് ഈ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാർജിനലൈസ്ഡ് സ്റ്റാറ്റസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഈ ഹിസ്റ്ററിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കാസ്റ്റിൻ്റെ പേരിൽ എന്തൊക്കെ ഡിസ്ക്രിമിനേഷൻസ് ആണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. ആ രീതിയിൽ ഇവർ അൺഫെയർലി ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യത്തിൽ പറയുന്നത്, എക്സ്പ്ലെയിൻ ദി ഇമേജ് ഓഫ് എ ഡോഗ് ഇൻ എ ഹാങ്ങിങ്. ഈ ഹാങ്ങിങ് എന്ന് പറയുന്ന സ്റ്റോറിക്കകത്ത് ഈ ഡോഗിൻ്റെ ഇമേജിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ അരുന്ധതി റോയുടെ കാര്യമാണെങ്കിലും ഈ ഹാങ്ങിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ സ്റ്റോറിയുടെ ഒരു ഔട്ട്ലൈൻ, ഒരു സമ്മറി പോലെ നമുക്ക് പറയേണ്ടതുണ്ട്. ഇതാണ് ഈ സ്റ്റോറിയിൽ വരുന്ന കാര്യങ്ങൾ, ഈ തീമാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത് എന്നുള്ളത്. എന്നിട്ടാണ് നമ്മൾ ഈ പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഹാങ്ങിങ്ങിനകത്ത് ഈ ഡോഗിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്, ഇയാളെ വധശിക്ഷ നടപ്പിലാക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഡോഗ് വന്നിട്ട് ഇയാളെ നക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഡോഗ് നക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മനുഷ്യത്വരഹിതമായിട്ടൊരു കാര്യമാണ്. ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ പോകുന്നു. ആ സമയത്ത് ഒരു ഡോഗാണ് മനുഷ്യത്വം കാണിക്കുന്നത് എന്നുള്ളൊരു സിമ്പിളായിട്ട് നമുക്കതിനെ എടുക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ വേറെയും പെർസ്പെക്റ്റീവ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് ഹാങ്ങിങ്ങിൻ്റെ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. How do the terms heterosexual and homosexual address the complexities of sexualities? ഹെറ്ററോസെക്ഷൽ, ഹോമോസെക്ഷൽ എന്ന് പറയുന്നത് ഒരാളുടെ സെക്ഷൽ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഹെറ്ററോസെക്ഷൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്, അതായത് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളോട് അട്രാക്ഷൻ തോന്നുന്നു. ഹോമോസെക്ഷൽ എന്ന് പറയുന്നത് സെയിം ജെൻഡറിലുള്ള ആളോട് അട്രാക്ഷൻ തോന്നുന്നതുമായിട്ടുള്ള ടേംസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ എന്താണ്, സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സിറ്റീസ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം ടേംസ്, ഇത് കൂടാതെ ക്യൂയർ, അതുപോലെ തന്നെ മറ്റ് ടേംസൊക്കെ ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ലാസ്റ്റ് പാർട്ടിൽ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 4 ചോദ്യങ്ങളുണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻസിനാണ് ആൻസർ ചെയ്യേണ്ടത്. ആദ്യത്തേത്, എക്സ്പ്ലെയിൻ ദ വേരിയസ് വേർഡ് കോമ്പിനേഷൻസ് വിച്ച് മേക്സ് കൊളോക്കേഷൻസ്. കൊളോക്കേഷൻസ് എന്ന് പറയുന്നത് ഇഡിയംസ് പോലുള്ള ഫ്രേസസ് ആണ്. അതായത് ഒരു ഫ്രേസിന് ആ ഫ്രേസിൽ വാക്കുകളുടെ അർത്ഥമല്ലാതെ വേറെ അർത്ഥം വരുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണുള്ളത്. ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ വീഡിയോയിൽ വരുന്നുണ്ട്. പിന്നീട് വരുന്നത്, ഐഡൻറ്റിഫൈ ആൻ ഇഷ്യൂ ഓഫ് കറണ്ട് റെലവൻസ് ആൻഡ് റെസ്പോണ്ട് ഫ്രം മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ്. അതായത് നമ്മൾ ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലൂടെ ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഷയം, ടെററിസം, ഡിസാസ്റ്റർ, വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ, ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ട് പല പെർസ്പെക്റ്റീവ്, ഒരു വിഷയത്തിൻ്റെ പല കാഴ്ചപ്പാടിലൂടെ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ പാരഗ്രാഫ് നമ്മൾ ഓരോ പെർസ്പെക്റ്റീവിന് വേണ്ടി എഴുതണം. മിക്സായിട്ട് എഴുതാതെ ഒരു പെർസ്പെക്റ്റീവ് എഴുതുന്ന സമയത്ത് അതേ പെർസ്പെക്റ്റീവ് മാത്രം കൈകാര്യം ചെയ്യുക. ഒരു പാരഗ്രാഫിനകത്ത് ഒരു പോയിന്റ് ഓഫ് വ്യൂ, അടുത്ത പാരഗ്രാഫിനകത്ത് അടുത്ത പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള രീതിയിൽ വേണം നമ്മളിത് ആൻസർ ചെയ്യാൻ. Comment on how do the powerful exercise their hegemony based on the ആദിവാസി will not dance. ഹെജിമനി എന്ന് പറയുന്നത് സൊസൈറ്റിയിലെ ഒരു ഡോമിനൻ്റ് ഗ്രൂപ്പിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ പ്രാധാന്യമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടെ ഈ ആദിവാസി വിൽ നോട്ട് ഡാൻസിനകത്ത് നമ്മൾ കാണുന്നത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയയാണ് ഈ ഹെജിമണിയുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഈ ആദിവാസികളുടെ ഭൂമി എടുക്കുന്നത് അവർക്കൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. അവിടെ ഒരു പവർ പ്ലാന്റ് വരുന്നതും ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നതും അങ്ങനെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവർ ഇവരുടെ ഭൂമിയൊക്കെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വേണം നമുക്കതിനകത്ത് എഴുതാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു സ്റ്റോറിയുടെ ഒരു സമ്മറി നമുക്ക് എഴുതാം. പിന്നെ ഈ ഹെജിമണി എന്ന് പറയുന്ന ഈ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്കതിനകത്ത് എഴുതേണ്ടി വരും. അടുത്തത് വരുന്നത്, റൈറ്റേഴ്സ് കൾച്ചറൽ നോളജ് ഈസ് നോട്ട് ഡ്രോൺ ഫ്രം ഹെർ എക്സ്പീരിയൻസസ് എലോൺ, എലൂസിഡേറ്റ് വിത്ത് എക്സാമ്പിൾ ഓഫ് പ്രിലൂഡ്. ഇനി ഒരാളുടെ കൾച്ചറൽ നോളജ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം ഉണ്ടാവുന്നതല്ല എന്നാണ് പറയുന്നത്. അത് വേറെയും കാര്യങ്ങൾ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ടൈം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണുള്ളത് എന്നുള്ളത്, അതുപോലെ തന്നെ ഈ ലിറ്റററി മൂവ്മെൻറ്റ്സ്, ഫിലോസഫിക്കൽ മൂവ്മെൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സ്വാധീനിക്കപ്പെടാൻ സാധിക്കും. അത് കൂടാതെ തന്നെ ഈ ലിറ്റററി വർക്കുകൾ, ഏതൊക്കെ വർക്കുകളാണ് അവരെ സ്വാധീനിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പല ഇൻഫ്ലുവൻസസ് അതിനകത്ത് ഉണ്ടാവാൻ വേണ്ടി സാധിക്കും.
ഇനി ഈ ഒരു ക്വസ്റ്റ്യൻസിന് പുറമെ നമുക്ക് എസ് എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത് മറ്റൊരു ചാപ്റ്റർ വരുന്നത് നോ നെയിം വുമൺ ആണ്. നോ നെയിം വുമൺ നമുക്ക് ഡീറ്റെയിൽ സ്റ്റഡിക്കുള്ളതാണ്. അതിനകത്ത് നമുക്ക് കൂടുതൽ എസ് എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷേക്സ്പിയർ ഇൻ ദ ബുഷിൽ നിന്ന്, പിന്നെ ആദിവാസി വിൽ നോട്ട് ഡാൻസ് ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. അതിൽ ഓൾറെഡി ഇതിനകത്തൊരു എസ് എ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നത്. ഇനി അത് മാത്രമല്ല, നമുക്ക് 3 പാർട്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ലിറ്റററി നുവാൻസസ്, നമ്മുടെ ഈ ഫ്രേസൽ വെർബ്, ട്രാൻസിറ്റീവ് വെർബ്സ്, അതുപോലെ തന്നെ ഈ മെറ്റഫോർ, സിമിലി തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് നമുക്ക് പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കൂടാതെ നമ്മുടെ ഈ തിയറി, ഈ ഹെജിമനി, അതുപോലെ തന്നെ ഈ പോളിഫോണി, പിന്നീട് നമുക്ക് സബാൾട്ടേൺ തുടങ്ങിയിട്ടുള്ള മറ്റ് കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കണം. പിന്നെ ഈ സ്റ്റോറി, അതുപോലെ തന്നെ ഈ പോയംസ്, നോവൽസ് തുടങ്ങിയിട്ടുള്ളതിൻ്റെയൊക്കെ സമ്മറി അറിഞ്ഞു വെക്കണം. അപ്പോൾ ഈ ഒരു സമ്മറിയും അതുപോലെ തന്നെ ഈ ഒരു കൺസെപ്റ്റും കണക്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം വളരെ നന്നായി എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സഹായങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളിതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.